ഗീതാദേവി, ഈ ഹോസ്പിറ്റലിലെ തുടക്കം മുതലേ ഉള്ളതാ, ദ സീനിയർ മോസ്റ്റ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഉവ്വ്, ഞാൻ തന്നെയാണ് ആ പേഷ്യന്റിനെ നോക്കിയിരുന്നത്. ഡോക്ടർ ഇന്നലെ ആവശ്യം പറഞ്ഞിരുന്നതുകൊണ്ട് അന്നത്തെ ബാക്ക് ഫയൽസ് എല്ലാം ഒന്നുകൂടെ ഞാൻ റെഫർ ചെയ്തു. വെരി ഗുഡ്. 1 കൊല്ലം മുമ്പല്ലേ? എന്നാലും ആ സ്ത്രീയെക്കുറിച്ചും അവരുടെ മരണത്തെക്കുറിച്ചും എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാം. താങ്ക് യു. അല്ല, വേണമെങ്കിൽ എന്റെ പ്രസൻസ് ഒഴിവാക്കി തരാം. വേണമെന്നില്ല. അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. യെസ് യെസ്, ഐ ടു ഫീൽ ലൈക്ക് ദാറ്റ്. അല്ല സിസ്റ്റർ, ശ്രീദേവി റുസാരിയുടെ മരണം ഒരു സാധാരണ മരണം തന്നെയായിരുന്നു എന്നാണോ സിസ്റ്ററിന്റെ അഭിപ്രായം? എന്ന് ചോദിച്ചാ ഹെൽത്ത് റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെ തന്നെയാ. ആസ്ഫിൻസിയ, ശ്വാസം മുട്ടൽ സംഭവിക്കാം. അല്ലെങ്കിൽ തന്നെ ആ കുട്ടിയുടെ ഹെൽത്ത് വളരെ മോശമായിരുന്നു. ശ്വാസം മുട്ടൽ പോസ്റ്റ് ഒന്നും ആകാൻ സാധ്യതയില്ല. ഏതായാലും ആരും കഴുത്ത് ഞെരിച്ചിട്ടൊന്നുമില്ല. ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന് തന്നെയാണ് മരിച്ചത്. അന്നത്തെ ദിവസം അസാധാരണമായിട്ട് എന്തെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല്, ഉച്ചയ്ക്കായിരുന്നു മരണം. ഉച്ചയ്ക്ക് കുറച്ചു മുമ്പ് ഞാൻ ശ്രീദേവിയുടെ റൂമിൽ ചെന്നപ്പോ ആ മോഞ്ചക്കം വന്നിട്ടുണ്ടായിരുന്നു. ബഹളം കേട്ടുകൊണ്ടാണ് ഞാൻ ഓടിച്ചെന്നത്. You wanted to make me a lunatic, mad. എല്ലാവരുടെയും മുമ്പിൽ എന്നെ ഭ്രാന്തനാക്കി കാണിക്കാൻ നിങ്ങൾ കെട്ടിയുണ്ടാക്കുന്ന ഡ്രാമയാണത്. Now if you repeat the story to one more person, പിന്നെ അത് ആരോടും പറയേണ്ടി വരില്ല. ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല മോനെ. ഞാൻ കാല് വഴിക്ക് വീണതാ. വഴിക്ക് വീണൊന്നും അല്ല, അത് വേറൊരു കള്ളം. You are a drug addict, somnambulist, mental wreck. Will you please shut up? Get out. ഞാൻ മുറിയിൽ ഇറങ്ങി പോണം മിസ്റ്റർ. She is my mother. Maybe. ഇപ്പൊ ഇവർ എന്റെ പേഷ്യന്റ് ആണ്. മര്യാദയ്ക്ക് പുറത്തു വെച്ചോളൂ, ഇല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാരുടെ തല്ലി മേടിക്കേണ്ടി വരും. എങ്കിൽ വിളിക്കേ, ആരാ തല്ലുകൊള്ളുന്നത് കാണാം. സെക്യൂരിറ്റി, സെക്യൂരിറ്റി. എവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും? എന്താ സിസ്റ്റർ? ഓക്സിജൻ കൊണ്ടുവരും. ശരി. അവനെന്നെ ഒന്നും ചെയ്തിട്ടില്ല. അവനെന്നെ തള്ളിവിട്ടതല്ല. സിസ്റ്റർ, ഒന്ന് പോകുന്നുണ്ടോ അവിടുന്ന്? നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ എന്റെ പേഷ്യന്റ് അപ്സെറ്റ് ആവുന്നു. ഓപ്പൺ ഇറ്റ്. She will be all right. ഉറങ്ങട്ടെ. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു കാണും. ഊണ് കഴിച്ച് ഞാൻ കോട്ടേഴ്സിൽ നിന്ന് മടങ്ങുകയായിരുന്നു. ഇതിനിടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ ശ്രീദേവിയെ ചെന്ന് കണ്ടിരുന്നു. അപ്പോഴൊക്കെ പേഷ്യന്റ് മയക്കമായിരുന്നു. വിശേഷിച്ചൊന്നും കണ്ടില്ല. ക്രിസ്റ്റി അതോടൊപ്പം സ്ഥലം വിട്ടോ? പോയിന്നാ ഞാനും ധരിച്ചത്. പക്ഷേ മയക്കത്തിനിടയിൽ ഫിറ്റ്സ് പോലെ വരാം. അങ്ങനെ വന്നാ ഓക്സിജൻ ട്യൂബൊക്കെ തനിയെ വലിച്ചു പറിച്ച് കളയാം. അങ്ങനെയും വരാം. എന്നാലും എനിക്കെന്തോ ആ പയ്യനെ ആ സമയത്ത് വീണ്ടും സ്റ്റെയർ കേസിൽ കണ്ടത് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് അങ്ങനെ കിടക്കുന്നു. ക്രിസ്റ്റി രണ്ടാമതും ആ മുറിയിലേക്ക് കയറി പോകുന്നത് ആരെങ്കിലും കണ്ടവരുണ്ടോ? ഇല്ല. ഒന്നാമത് ആ നേരത്തെ ഇന്റർവെൽ അല്ലേ.
സിസ്റ്റേഴ്സ് എല്ലാരും ഊണ് കഴിക്കുകയൊക്കെ ആയിരിക്കും. നിങ്ങളിത് ആരോടും പറയായിരുന്നെന്താ? പറഞ്ഞല്ലോ, ചീഫിനോടും മറ്റു ചില ഡോക്ടേഴ്സിനോടും ഒക്കെ പറഞ്ഞു. പക്ഷേ അന്നതിലാർക്കും അസാധാരണമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ തിരക്കിയപ്പോ തോന്നിയിട്ടും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. അമ്മ മരിച്ചതോടെ ആ കുട്ടി ശരിക്കും ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും നാട്ടുകാർ കൂടി ഭ്രാന്താശുപത്രിയിലാക്കുകയുമായിരുന്നു.